ഹായ്, ഞാൻ അനൂപ് കെ കൺസൾട്ടൻറ്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴേ ചില കുട്ടികൾ വഴിയിലും അതേപോലെ ഫുട്പാത്തിലൊക്കെ നിന്ന് കരയുക, അല്ലെങ്കിൽ കടകളുടെ ഫ്രണ്ടിൽ നിന്ന് കരയുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളും ചിലപ്പോൾ ഇതിലൊക്കെ അനുഭവം ഉണ്ടായോ അല്ലേ? നമ്മുടെ കുട്ടികൾ ഇതേപോലെ കരയും, ചിലപ്പോൾ വാശി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചിലപ്പോൾ വടിയെടുക്കും, ചിലപ്പോൾ നമ്മൾ അനാവശ്യങ്ങൾ പറയാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലാണ് ബിഹേവിയർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വരാത്തത് കൊണ്ടാണ് അവർ ഇത്തരം ബിഹേവിയേഴ്സിൽ കാണുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇമോഷണൽ മെച്യൂർഡായ കുറച്ച് പക്വതയുള്ള ആൾക്കാരാണ്. നമ്മൾ ചെയ്യുന്ന ബിഹേവിയർ അതിലും ഓപ്പോസിറ്റ് ആണ് അല്ലേ? നമ്മളപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന് കരയാൻ വിടുക, അവരെ വാശിക്ക് വിടുക, നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇഗ്നോർ ചെയ്യുക. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ മാറി നിൽക്കുക, അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുക, അവരുടെ ബിഹേവിയർ എത്ര നേരം നീണ്ടു നിൽക്കും നോക്കുക. അത് ചെയ്തതിന് ശേഷം, ഈ ബിഹേവിയർ കഴിഞ്ഞതിന് ശേഷം അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഒരു 5-10 മിനിറ്റിന് ശേഷം ഈ ബിഹേവിയർ കാം ഡൗൺ ചെയ്യുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യും. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഈ സാധനം റെഡി ആവില്ല കേട്ടോ. പക്ഷെ ഒരു 5-10 പ്രാവശ്യം ഇതേപോലെ റിപ്പീറ്റഡ് ആയി ചെയ്തു കഴിഞ്ഞാൽ ആളുടെ ബിഹേവിയർ നോർമലി കാം ഡൗൺ ചെയ്യുകയും നോർമൽ ബിഹേവിയേഴ്സിലേക്ക് വരികയും ബിഹേവിയർ മെച്യൂരിറ്റി ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ഇങ്ങനെ ഈ അനുഭവം വരുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ.